എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ആരംഭിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാനുള്ള ലിങ്കുകളൊക്കെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപേക്ഷ നൽകുന്ന വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് വിദ്യാർത്ഥികൾക്ക് 25-ാം തീയതി വൈകിട്ട് 5 മണി വരെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹൗ ടു അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം അപേക്ഷ നൽകുക. നിങ്ങൾക്ക് hscap.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഹയർ സെക്കൻഡറിയിലേക്കും vhscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കും അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കാനായിട്ട് തുടങ്ങുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകുന്നതിനായിട്ട് പ്രത്യേകിച്ച് അപേക്ഷാ ഫീസൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ആ ഒരു ഫീസ് നിങ്ങൾ അഡ്മിഷൻ ടൈമിലാണ് അടക്കേണ്ടതായിട്ട് വരിക. 25 രൂപയാണ് അഡ്മിഷൻ ഈ ഒരു അപേക്ഷാ ഫീസായിട്ട് വരുന്നത്. അത് നിങ്ങൾ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് മാത്രമാണ് നിങ്ങൾ അടക്കേണ്ടതുള്ളൂ. ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് ആദ്യം തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് SSLCയുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ അതിൻ്റെ ഒരു മാർക്ക് ലിസ്റ്റുമാണ് വേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ അതുപോലെ ഇമെയിൽ ID എന്നിവയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ഫോൺ നമ്പർ നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാവിൻ്റെയോ ആയിരിക്കണം. ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഈ ഒരു മൊബൈൽ നമ്പർ. കാരണം OTP ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ അത് എപ്പോഴും ആവശ്യമായിട്ട് വരും. ഓരോ എഡിറ്റിംഗ് സമയത്ത് നിങ്ങൾക്ക് അത് ആവശ്യമാണ്. അതുപോലെ തന്നെ ഇമെയിൽ ഐഡിയും ഒരു വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആധാർ കാർഡ് നമ്പറും വേണം. ആധാർ കാർഡ് നമ്പർ നൽകുമ്പോൾ തെറ്റിപ്പോയത്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ജില്ലയിൽ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവ്വം മാത്രം അപേക്ഷയിൽ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ വഴിയോ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കാം. ഒരു വിദ്യാർത്ഥിക്ക് തന്നെ ഒന്നിൽ കൂടുതൽ ജില്ലകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ഓരോ ജില്ലയിലേക്കും ഓരോ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കീം സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സെലക്ട് സ്കീം എന്നുള്ളത് ഈ വർഷം SSLC കംപ്ലീറ്റ് ചെയ്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ SSLC 2023-24 എന്നുള്ളതും 2007 മുതൽ 23 വരെ SSLC കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ SSLC 2007-2023 എന്നുള്ളതും THSLC IHRD ന്യൂ സ്കീമാണെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക. അതിന് CBSE ആണെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ടുള്ളത് ICSE അതുപോലെ തന്നെ SSLC IED എന്നിവയാണ്. അപ്പോൾ ICSE ആണെങ്കിൽ 5ാമത്തേതും അതുപോലെ തന്നെ SSLC IED ആണെങ്കിൽ അതും അതുപോലെ തന്നെ അതർ ആണെങ്കിൽ അതും ടിക്ക് ചെയ്യുക. അതുപോലെ തന്നെ THSLC ഈ ഒരു ന്യൂ സ്കീം 2016 മുതലുള്ളവരാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതാണോ അതാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ SSLC ഈ വർഷം പാസ്സായവരാണെങ്കിൽ 1ാമത്തെ സ്കീമാണ് സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾ ഏത് സ്കീമാണോ അതിനനുസരിച്ച് അത് സെലക്ട് ചെയ്യുക. അതായത് ഏത് സിലബസിൽ എപ്പോൾ പഠിച്ചു എന്നുള്ള ഡീറ്റെയിൽസ് ആണ് അത് ചോദിക്കുന്നത്. അടുത്തതായിട്ട് നിങ്ങൾ നൽകേണ്ടത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ മന്ത് ഓഫ് പാസ് ആൻഡ് ഇയർ ഓഫ് പാസ് ആണ്. അപ്പോൾ ഇത് ഈ വർഷത്തെ SSLC പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ മന്ത് ഓഫ് പാസ് എന്ന് പറയുന്നത് ഈ ഒരു മെയ് മാസമാണ്. അപ്പോൾ മാർച്ചിലാണ് എക്സാമിനേഷൻ നടന്നിട്ടുള്ളത്, പക്ഷേ മെയ്യിലാണ് റിസൾട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ മെയ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മന്ത് ഓഫ് പാസ് വെച്ചാൽ ആ ഒരു പാസ്സായ മാസമാണ്. അടുത്തത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് നൽകുന്നതിന് വളരെയധികം സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് നൽകാനായിട്ട് സാധിക്കും. അതായത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് നൽകാനുള്ള ആ ഒരു ഭാഗത്ത് നിങ്ങൾ ഇതുപോലെയാണ് നൽകേണ്ടത്. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയെ അതായത് 1/1/2006 അല്ലെങ്കിൽ 2007 ജനിച്ചത് എന്ന് കരുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിയുടെ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് ഈ ഒരു രീതിയിൽ നൽകാം. അതായത് ഒരു 01 അതുപോലെ തന്നെ 01/2007. ഇപ്പോൾ 2007 കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് വരിക കൊടുത്തു കഴിഞ്ഞാൽ. അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിൽ നൽകിയിട്ടുള്ളത്. അടുത്തത് നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് നൽകേണ്ടത്. അപ്പോൾ നിങ്ങൾ മൊബൈൽ നമ്പർ നൽകുക. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സാമ്പിൾ കാണിക്കുന്നതിനായിട്ട് 1 2 3 എന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിനുശേഷം ഈ ഒരു മൊബൈൽ നമ്പർ വീണ്ടും നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സാമ്പിളായിട്ട് കാണിച്ചു തരുന്നത് കൊണ്ടാണ് മൊബൈൽ നമ്പർ ഈ ഒരു രീതിയിൽ നൽകുന്നത്. നിങ്ങൾ നൽകുന്ന മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് നൽകണം. അതുപോലെ നിങ്ങളുടെയോ നിങ്ങളുടെ രക്ഷിതാവിൻ്റെയോ നൽകണം. തെറ്റിപ്പോകാനായിട്ട് പാടുള്ളതല്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തെറ്റിക്കഴിഞ്ഞാൽ പിന്നീട് OTP വരാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകുന്ന മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് കൺഫേം ചെയ്ത ശേഷം മാത്രമേ ആപ്ലിക്കേഷൻ ഈ ഒരു സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ മോഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടാണോ സ്കൂൾ ഹെൽപ്പ് ഡെസ്ക് വഴിയാണോ അതർ അക്ഷയ വഴിയാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് നിങ്ങൾ സ്വന്തമായിട്ടാണെങ്കിൽ സെൽഫ് എന്നും സ്കൂൾ വഴിയാണെങ്കിൽ അത് സ്കൂളിൽ നിന്ന് അത് ഓട്ടോമാറ്റിക് അവർ സെലക്ട് ചെയ്തോളും. അടുത്തത് ഈ ഒരു താഴെ കാണുന്ന ആ ഒരു ബോക്സിലുള്ള ക്യാപ്ച ഇവിടെ നൽകുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്കൊരു നമ്പേഴ്സ് കാണാം. അത് 150 50 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ആ ഒരു കോഡ് ഞാനിപ്പോൾ ഇവിടെ നൽകുന്നു. അപ്പോൾ 150 50 എന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ
ഈ ഒരു രീതിയിൽ നൽകുന്നു. അതിനുശേഷം ഇവിടെ രജിസ്റ്റർ നമ്പറാണ് നൽകേണ്ടത്. അപ്പോൾ അത് ഞാൻ പ്രത്യേകിച്ചൊന്നും നൽകുന്നില്ല, കാരണം ജസ്റ്റ് നിങ്ങൾക്ക് സാമ്പിളായിട്ട് ഇത് കാണിച്ചു തരിക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൊബൈൽ നമ്പർ നൽകുന്ന സമയത്ത് തെറ്റിപ്പോയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ഉറപ്പുവരുത്തുക. അതിനുശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസ് വന്നുകൊണ്ട് നിങ്ങൾക്ക് അവിടെ സെൻഡ് OTP എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. അപ്പോൾ ആ ഒരു മൊബൈൽ നമ്പറിൽ വരുന്ന OTP നൽകുന്നതിനായിട്ട് അടുത്ത പേജിൽ ഒരു കോളം കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ആ ഒരു OTP നിങ്ങളുടെ ഫോണിൽ വന്ന OTP നൽകി സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കും. അതിനു മുമ്പായിട്ട് നിങ്ങൾ പാസ്വേഡ് നൽകണം. അപ്പോൾ പാസ്വേഡ് 8 ക്യാരക്ടറാണ് വേണ്ടത്. അതിൽ ക്യാപിറ്റൽ ലെറ്ററിലും സ്മോൾ ലെറ്ററും അതുപോലെ തന്നെ നമ്പറും അതുപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടർ, അത് ഹാഷ്, സ്റ്റാർ ഇതുപോലുള്ള സ്പെഷ്യൽ ക്യാരക്ടറുകളും ഉൾക്കൊള്ളിട്ടുള്ള നമ്പർ ആയിരിക്കണം. അപ്പോൾ ടോട്ടൽ 8 എണ്ണം വേണമെന്ന് മാത്രമാണുള്ളത്. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള പാസ്വേഡ് നൽകുമ്പോൾ അതൊരു പേപ്പറിൽ കറക്റ്റായിട്ട് എഴുതി വയ്ക്കുക, മറന്നു പോകരുത്. അതിനുശേഷം പിന്നീട് നിങ്ങളുടെ ആ ഒരു കാര്യം നിങ്ങൾ ആ ഒരു പാസ്വേഡ് കൂടി നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ക്രീൻ കാണാൻ സാധിക്കും. ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ കറക്റ്റായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അത് പിന്നീട് ആവശ്യമാണ്. ഈ ഒരു പാസ്വേഡും ആപ്ലിക്കേഷൻ നമ്പറും ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ നൽകുന്ന മൊബൈൽ നമ്പറും കറക്റ്റായിട്ടുള്ളതായിരിക്കണം. അത് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതുവരെ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ആ ഒരു മൊബൈൽ നമ്പർ നിങ്ങളുടെ രക്ഷിതാവിൻ്റെയോ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും നൽകിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ഒരു ഭാഗമാണ് കാണാൻ സാധിക്കുക. അതിനുശേഷം ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, അതുപോലെ നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപ്ലൈ ചെയ്തിട്ടുള്ളത്, അതായത് പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു പേജാണ് കാണാൻ സാധിക്കുക. അതായത് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്കാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ ഒരു യൂസർ നെയിമും പാസ്വേഡും അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കാണ് അപേക്ഷ നൽകിയത് ആ ഒരു ജില്ലയും നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് നൽകുക. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് അപേക്ഷിക്കേണ്ട, അക്ഷയയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അപേക്ഷിക്കുക. ഓപ്ഷൻ നൽകുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളുകളും കോഴ്സുകളും മുൻഗണനയിൽ നൽകുക. നിങ്ങൾ സയൻസ് പഠിക്കാൻ താല്പര്യമുള്ളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളുകൾ ആദ്യം വെച്ച ശേഷം ആ ഒരു എല്ലാ സ്കൂളുകളിലേക്കും സയൻസ് ഓപ്ഷൻസ് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.